ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അമ്മയും കുഞ്ഞും വരുന്നതല്ലേ, അതുകൊണ്ട് പൂജയൊക്കെ തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ പുരോഹിതൻ പൂജ തുടങ്ങാൻ വേണ്ടി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അനി പോയി ചോദിക്കുന്നത്, എൻ്റെ സമയം കൂടി ഒന്ന് നോക്കാമോ എന്ന്. അനിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, പേരുദോഷം ഉണ്ടാക്കേണ്ട എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിരുന്നോ എന്ന്. അപ്പോൾ അനി പറയാണ്, ഇല്ല എന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, മോൻ്റെ ഭാര്യയോട് ഒരു സ്നേഹമല്ലേ, എപ്പോഴും ഒരു അടിയും വഴക്കും പിണക്കങ്ങളുമാണ്, അതുകൊണ്ട് മോനെ നല്ല രീതിയിലൊന്ന് ഉപദേശിക്കണമെന്ന്. അപ്പോൾ കുടുംബ ജ്യോത്സ്യനും പറയുന്നുണ്ടായിരുന്നു, മൂർത്തി സാറ് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇവിടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ വീട് ഒരു പൂരപ്പറമ്പാണ്, ഇനി ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്, വെറുതെ വഴി കൂടി നടന്നുകൊണ്ട് പോയാലും അടിയിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആദർശനാണെങ്കിൽ കണ്ടക ശനി, അനിക്കാണെങ്കിൽ ഏഴര ശനിയാണ്. വെറുതെ അവർ ചെയ്യാത്ത കുറ്റമായിരുന്നു അവരുടെ തലയിലേക്ക് വന്ന് വീഴും, ആ സമയമാണ് രണ്ടുപേർക്കും എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അജയനാണെങ്കിലും വന്ന് പറയുന്നുണ്ടായിരുന്നു, കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു, മിക്കവാറും എനിക്ക് നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കും അടി കിട്ടുന്നത്, അവളാണെങ്കിൽ എസ് ഐ ആവാൻ പോവുകയല്ലേ. അപ്പോഴേക്കും നവ്യയും കുഞ്ഞുമൊക്കെ എത്തുന്നുണ്ട്. അതിനുശേഷം നവ്യനെയും അഭിനെയൊക്കെ പുറത്ത് നിർത്തിയിട്ട് ബാക്കിയുള്ളവരൊക്കെ അകത്തേക്ക് കയറി വരാൻ വേണ്ടി പറയുകയാണേ. പ്രസവം കഴിഞ്ഞ് ആദ്യമായിട്ട് അമ്മയും കുഞ്ഞും വരുന്നതല്ലേ, അതുകൊണ്ട് ആരതി ഒഴിഞ്ഞതിന് ശേഷം വീട്ടിനകത്ത് കയറ്റിയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ആരതി ഒഴിയാൻ വേണ്ടി. അപ്പോഴും പുരോഹിതൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐശ്വര്യമുള്ളവർ മാത്രം ആരതി ഒഴിഞ്ഞാൽ മതി, ജലജയുടെ അടുത്ത് ഒഴിയണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ജലജയാണെങ്കിൽ ആരതി തൊട്ടെടുക്കാൻ പോകുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, നീ ഒഴിയണ്ട, ദേവയാനി ആരതി ഒഴിഞ്ഞാൽ മതി എന്ന്. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാനല്ലേ നവ്യയുടെ അമ്മായിയമ്മ, അപ്പോൾ ഞാനല്ലേ ആരതി ഒഴിയാനുള്ളതെന്ന്. അപ്പോൾ പുരോഹിതൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ദേവയാനി ആരതി ഒഴിഞ്ഞാൽ മതിയെന്ന്. പിന്നെ മൂത്ത മരുമകൾ ആരതി ഒഴിഞ്ഞോട്ടെ എന്ന് ജലജയെ സമ്മതിക്കുകയാണ്. അതിനുശേഷം ദേവയാനി ആരതി ഒഴിഞ്ഞ് എല്ലാവരെയും അകത്തേക്ക് കയറ്റുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും അവിടെ നിൽക്കുന്ന സമയത്ത് അനിയുടെ അടുത്ത് നയന പോയിട്ട് ചോദിക്കുകയാണ്, ചന്തുമോളും ആദർശേട്ടനും എവിടെയെന്ന്. അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, ചന്തുമോള് മുകളിലത്തെ റൂമിലാണ്, ആദർശേട്ടൻ പുറത്ത് എങ്ങാണ്ടോ പോയി എന്ന്. പിന്നീട് അവിയുടെ അടുത്തും നവ്യയുടെ അടുത്തും കുഞ്ഞിനെയും കൊണ്ട് വന്ന് പൂജയൊക്കെ ചെയ്യാൻ വേണ്ടി അടുത്തിരിക്കാൻ വേണ്ടി പറയുകയാണ്. ഇതിനാണെങ്കിൽ ആരതി തട്ടെടുത്ത് ഒഴിയാൻ വേണ്ടി തുടങ്ങുമ്പോൾ അതിലുള്ള വിളക്കങ്ങ് കെട്ടുപോവുകയാണ്. അപ്പോഴാണെങ്കിൽ അവിയുടെ അടുത്ത് പുരോഹിതൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഭാര്യയുടെ അടുത്തും കുഞ്ഞിൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, അവരിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്ന്. അപ്പോഴും അവിയുടെ മനസ്സ് ശരിയല്ല അല്ലേ എന്നാണ് പുരോഹിതൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവി പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന്. അതിനുശേഷം പിന്നീട് കർപ്പൂരമൊക്കെ കത്തിച്ച് വീണ്ടും ആരതി ഒഴിയാണ്. അതിനുശേഷം പുരോഹിതൻ പറയുന്നുണ്ടായിരുന്നു, നല്ല കാറ്റുള്ള സമയത്താണെങ്കിൽ ഇതുപോലെ ആരതി ഒഴിയുമ്പോൾ വിളക്കൊക്കെ കെട്ടുപോയെന്ന് വരാം, പക്ഷേ ഇപ്പോൾ ഒരു കാറ്റും ഇല്ലല്ലോ, എന്നിട്ടും ഇങ്ങനെ കെട്ടല്ലോ, എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. പുരോഹിതന് വേറെ സ്ഥലത്ത് 2-3 സ്ഥലത്ത് പോകാനുള്ളത് കൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ പുരോഹിതൻ വേണ്ട എന്ന് പറയുകയാണ്. പിന്നീട് മുത്തശ്ശൻ ദക്ഷിണയൊക്കെ കൊടുത്ത് പുരോഹിതനെ പറഞ്ഞയക്കുന്നുണ്ടായിരുന്നേ. പുരോഹിതൻ പോയതിന് ശേഷം നവിയാണെങ്കിൽ അബിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, അതോ നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ അബി, എന്തെങ്കിലും തുറന്ന് പറയുമെന്നിങ്ങനെ പറയുമ്പോൾ അബിക്കാണെങ്കിൽ ദേഷ്യം വരികയാണ്. ആ പുരോഹിതനെ വട്ടാണ്, അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞതെന്ന്. ജലജ ചോദിക്കുകയാണ്, ഇവിടെ ഒരാളും കൂടി ഉണ്ടല്ലോ, അയാളെ എന്തിനാണ് മറച്ചു പിടിക്കുന്നതെന്ന്. അപ്പോൾ ഗോവിന്ദന് ചോദിക്കുകയാണ് അതാരാ എന്ന്. ഇത് കേൾക്കുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ഒരു മോളുണ്ട്, ആ മോളെ ഞാൻ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് നയന പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ഗോവിന്ദന് കനകയ്ക്ക് ഭയങ്കര ടെൻഷൻ ആവുകയാണ്. പറയുന്നുണ്ടായിരുന്നു, ഇവിടെ എന്തൊക്കെയോ ഞങ്ങളറിയാതെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അവിടെ ജലജ വന്നപ്പോൾ അതുപോലത്തെ സംസാരമാണ് സംസാരിച്ചത് എന്ന്. മുത്തശ്ശൻ പറയായിരുന്നു, ഇവിടെ ഒരു മോളുണ്ട്, അത് ചന്തുമോളാണ്, ആ മോളുടെ കാര്യമല്ല, നയന വന്നിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയട്ടെ എന്ന്. ചന്തുമോളെ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ചന്തുമോളെടുത്ത് നയന ചോദിക്കുന്നുണ്ടായിരുന്നു, മോളെന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, മോൾക്ക് താഴെ വന്നൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചന്തുമോള പറയുന്നുണ്ടായിരുന്നു, എന്നോട് മുത്തശ്ശി ഇവിടെ ഇരിക്കാനാണ് പറഞ്ഞത് എന്ന്. ചന്തുമോള് നയനെ എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാനിനി താഴത്തേക്ക് വന്ന് എന്നെ ആരെങ്കിലും വഴക്ക് പറയും, എനിക്ക് പേടിയാവണം നയനാമ്മ എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയുകയാണ്, മോൾ ആരും വഴക്ക് പറയില്ല, മോൾ ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ നയനാമ്മ കൂടെ ഉണ്ടില്ല, മോൾ പേടിക്കേണ്ട, ധൈര്യമായിട്ട് അമ്മയുടെ കൂടെ വാന്ന് പറയുകയാണ്. ശേഷം നവ്യാണെങ്കിൽ അബിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പം അതെങ്ങനെ നിൻ്റെ ആദർശേട്ടൻ എവിടെ പോയി കിടക്കുകയാണ് എന്ന്. അപ്പോൾ അബിയും പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ആൾ കൂടുന്ന ദിവസമല്ലേ, അതുകൊണ്ട് എവിടെയെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നവ്യം പറയണത് അത് തന്നെയാണ് എനിക്കും സംശയമെന്ന്. ായ ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ വലിയ ടെൻഷനൊന്നും അടിക്കേണ്ട, നിങ്ങളിത് നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇന്ന് നല്ല ദിവസം, നല്ല ചടങ്ങ് നടക്കുന്ന ദിവസമല്ലേ, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും പറയാത്തത്, ഇനിയല്ല നയനമോൾ തന്നെ നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞോളൂ എന്ന് പറയുകയാണ്. ശേഷം നയന ചന്തുമോളെ കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇതാണ് ചന്തുമോള്, ഇത് മുത്തശ്ശനും ആദർശേട്ടനും കൂടി കൊണ്ടുവന്ന കുഞ്ഞാണ്. അപ്പോൾ കനക ചോദിക്കുന്നുണ്ടായിരുന്നു, അതിനെന്തിനാ ഈ കുഞ്ഞിനെ ഇങ്ങനെ മറച്ചു വെക്കുന്നതെന്ന്. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, അതിനൊരു കാരണമുണ്ട്, അതുകൊണ്ടാണ് മറച്ചു വെച്ചതെന്ന്. കനക ചോദിക്കുകയാണ് എന്ത് കാരണമെന്ന്. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, ഇത് ആദർശിൻ്റെ കുട്ടിയാണ് എന്ന്. ആദർശിൻ്റെ സ്വന്തം ചോരയിൽ ജനിച്ച കുട്ടിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഇരുന്നിടത്തുനിന്ന് ഷോക്കായി കനക ഇഴിക്കുന്നുണ്ടായിരുന്നു. കരച്ചിലും സങ്കടവും ഒക്കെ കനകയ്ക്ക് വരുന്നുണ്ട്.
എന്താ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ നയനയാണെങ്കിലും കനകയുടെ അടുത്ത് പറയുകയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം, അമ്മ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് കനകയെ വിളിച്ചുകൊണ്ട് നയന പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഗോവിന്ദൻ്റെ അടുത്ത് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, ചന്തുമോളുടെ അമ്മ മരിച്ചെന്ന് പറഞ്ഞാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്, പക്ഷേ മരിച്ചിട്ടില്ല, ആ കോമ സ്റ്റേജിലാണ്. അന്ന് അവിടെ കൂടിയിരുന്ന ആൾക്കാരൊക്കെയാണ് പറഞ്ഞത് ഇത് ആദർശിൻ്റെ മോളാണ് ചന്തുമോള് എന്ന്. ഈ ആരോപണങ്ങളെല്ലാം കേട്ട് ഞങ്ങൾ പോരാൻ നിൽക്കുമ്പോഴാണ് ചന്തുമോൾ ആദർശിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചിട്ട് അച്ചായ എന്നെ തനിച്ചാക്കി പോവല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഈ പാവം കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് പോരാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ചന്തുമോളെ കൂടെ കൊണ്ടുവന്നതെന്ന്. ഇതെല്ലാം കേട്ട് ഷോക്കായി ഗോവിന്ദനാണെങ്കിൽ ആ സോഫയിൽ കരഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നവിയാണെങ്കിൽ ഓടിച്ചു നിന്നിട്ട് അച്ചായ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ. കരയില്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗോവിന്ദനായനെ നവിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, മോൾക്ക് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാമായിരുന്നു അല്ലേ എന്ന്. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, അബി ഇടയ്ക്ക് വീട്ടിൽ വന്നപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞിരുന്നു എന്ന്. ഇതൊക്കെ കാണുമ്പോൾ ജാനകിക്കും ജലജയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമാവണേ. ജാനകിയും ജലജയും ഒളിപ്പിച്ച് വെച്ചിരുന്ന കാര്യങ്ങൾ എന്തായാലും കനകയും ഗോവിന്ദനും അറിഞ്ഞല്ലോ. അതിൻ്റെ സന്തോഷത്തിലാണ് അവർ രണ്ടുപേരും. പിന്നീട് നയനയാണെങ്കിലും കനകയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ആദർശേട്ടനെ എനിക്ക് നല്ല വിശ്വാസമാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ കനക പറയുകയാണ്, എന്നാലും നിനക്ക് ഈ വിധി വന്നല്ലോ, ആദർശമോൻ ഇങ്ങനത്തവനാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, ആയിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അറിഞ്ഞെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചേനെ, ആദർശമോൻ ഇങ്ങനെയൊന്നുമല്ല ഞങ്ങൾ കരുതിയിരുന്നത്. ആണെങ്കിലും നയനയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ ഭർത്താവിനെ വെള്ളപൂശാൻ നിൽക്കേണ്ട, എന്ത് തന്നെ ആയിരുന്നാലും ചന്തുമോൾ ആദർശിൻ്റെ മോള് തന്നെയാണെന്ന് തറപ്പിച്ച് ജലജ പറയുന്നുണ്ടായിരുന്നേ. കവിയും പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടന് ഒരു തെറ്റ് പറ്റി, ഇനി ഇത് ആരെയും അറിയിക്കാൻ നിൽക്കേണ്ട, ഇവിടെ ഉള്ളവർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, ഇനി പുറത്തുള്ളവരെ കൂടി അറിയിക്കാൻ നിൽക്കണ്ട എന്ന്. ഇതൊരു വലിയ വീടായതുകൊണ്ട് ഇവിടെ നടക്കുന്ന പുറത്തുള്ളവർക്കൊന്നും അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ സ്വയം ഈ കാര്യങ്ങൾ പുറത്തറിയിച്ച് എന്തിനാ നമ്മൾ നാറാൻ നിൽക്കുന്ന അമ്മയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നേ അബി. കനകയുടെ അടുത്ത് അബി പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ജലജ പറയുന്നുണ്ടായിരുന്നു, ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അച്ഛനും അമ്മയും ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് കഴിഞ്ഞ് ഇനി ഇവിടെ നടക്കുന്ന ചടങ്ങുകളെല്ലാം സന്തോഷപൂർവ്വം പങ്കെടുത്തിട്ട് പോവാൻ നോക്കുമെന്ന്. പിന്നീട് അബിയാണെങ്കിലും കനകയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടന് ഒരു തെറ്റ് പറ്റിപ്പോയി, മുത്തശ്ശന് ഒരു കുട്ടീനെ അല്ല 19 കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ആസ്തിയുണ്ട്, അതുകൊണ്ട് ഇനി അങ്ങനെ വിചാരിച്ച് സമാധാനിക്കാമെന്ന് പറഞ്ഞിട്ട് അബി ഇത്രയും പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവുകയാണേ. ഇപ്പോഴും കനകയ്ക്ക് ഒരുപാട് സങ്കടമാണ്. കനക ഒരിക്കലും വിചാരിച്ചിട്ടില്ല ആദർശിൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയ തെറ്റ് സംഭവിക്കുമെന്ന്. അപ്പോൾ ആദർശിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോൾ കനകയ്ക്ക് ഒട്ടും താങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ കനകയാണെങ്കിലും നയനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ആദർശ് മോൻ എന്താണ് പറയുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ നയന പറയുകയാണ്, ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം ഗോവിന്ദനാണെങ്കിൽ വിഷമത്തിൽ അവിടെ വന്ന് ചാരി നിൽക്കുകയാണ്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ അച്ഛാന്ന്. എന്തിനാണെങ്കിൽ നയനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ മോളെ ഞാൻ കേൾക്കുന്നതെന്ന്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, അമ്മയുടെ അടുത്ത് പറഞ്ഞത് തന്നെയാണ് ഞാൻ അച്ഛൻ്റെ അടുത്തും പറയുന്നത്, ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ആദർശേട്ടൻ്റെ കൂടെ അല്ലേ നിൽക്കേണ്ടത്, അങ്ങനെയല്ലേ വേണ്ടത് അച്ഛാന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പറയുന്നുണ്ടായിരുന്നു, ചന്തുമോള് ആദർശേട്ടൻ്റെ മോളല്ലെങ്കിലും ഈ വീട്ടിൽ ഞങ്ങളുടെ മോളായിട്ട് തന്നെ ചന്തുമോള് തുടരും. പിന്നീട് മുത്തശ്ശി വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഇവിടെ ചർച്ച, ആദർശ തെറ്റൊന്നും ചെയ്യത്തില്ല, ആദർശ തെറ്റ് ചെയ്തുവെങ്കിൽ മുത്തശ്ശൻ ആദർശിൻ്റെ കൂടെ നിൽക്കത്തില്ല, ആദർശനെ ആരോ ചതിച്ചതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ചതിച്ചതാണെങ്കിൽ തെളിയിക്കാനൊന്നും പറ്റത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നേ. ശശി പറയുന്നുണ്ടായിരുന്നു, ചന്തുമോള് വന്നതിന് ശേഷം വീടാകെ മാറിയിട്ടുണ്ട്, ഇനി ചന്തുമോളെ വിട്ടുകളയാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആദർശ് DNA ടെസ്റ്റുമായിട്ട് വരുന്നുണ്ടായിരുന്നേ.